ഏത് നിമിഷവും ഇറാനെ ലക്ഷ്യമിട്ട് ട്രിഗർ അമർത്താൻ തയ്യാറായി അമേരിക്കൻ കപ്പൽപ്പട ഒരു വശത്ത് തയ്യാറായിരിക്കുന്നു. മറുവശത്ത് സമാധാന ചർച്ചകൾക്ക് വേഗം കൂട്ടാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. അപ്പോഴും തങ്ങൾക്ക് ഭയപ്പാടില്ല എന്നും ആരോടും നോ പറയാനുള്ള ആർജവം തങ്ങൾക്കുണ്ട് എന്നും ഇറാൻ ശക്തമായ നിലപാടെടുക്കുന്നു. ആർക്കും ഒരു പിടിയും തരാതെ പശ്ചിമേഷ്യൻ സംഘർഷ രാഷ്ട്രീയം മുന്നോട്ടു പോകുകയാണ്. എന്തുതന്നെ വന്നാലും രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കോ നിലപാടിനോ തീരുമാനത്തിനോ ഇല്ലെന്ന ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഞങ്ങൾ എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നത് തങ്ങൾ തന്നെയാണ് എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. ഇറാൻ അമേരിക്ക രണ്ടാം വട്ട ചർച്ചയുടെ തീയതി ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ബുധനാഴ്ച രാവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും ഒരുപക്ഷെ രണ്ടാം ഘട്ട ചർച്ചയുടെ തീയതി ട്രംപ് വ്യക്തമാക്കാൻ സാധ്യതയുള്ളൂ. ഈ ചർച്ചയിൽ നെതന്യാഹു എന്ത് നിലപാടെടുക്കുന്നു എന്നതും ട്രംപിന്റെ തീരുമാനത്തെ സ്വാധീനിക്കും. ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ടെന്ന ഭയമാണ് അമേരിക്കയ്ക്കെന്നാണ് വിദേശകാര്യമന്ത്രി അരാഗ്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ അമേരിക്ക പോലുള്ള എല്ലാ വൻ ശക്തികളോടും നോ പറയാൻ തങ്ങൾക്കുള്ള ആർജവമാണ് തങ്ങളുടെ ആണവായുധം എന്നുകൂടി അരാഗ്ചി വിശദീകരിക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും അധികം യുറേനിയം ശേഖരമുള്ളത് ഇറാന്റെ കയ്യിലാണ് എന്നാണ് വെപ്പ്. സമ്പുഷ്ടീകരിച്ച യുറേനിയവും അല്ലാത്തതും ഇറാനിൽ വൻ ശേഖരമുണ്ട്. ഇത് ആണവായുധ വികസനത്തിനാണ് എന്ന് പറഞ്ഞാണ് അമേരിക്ക ഇറാനുമായി സംഘർഷത്തിന് കോപ്പുകൂട്ടിയത്. പക്ഷേ തങ്ങൾ ആണവായുധമല്ല ലക്ഷ്യമിടുന്നത് എന്ന് ഇറാൻ പറയുന്നുണ്ട് എങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുകയോ നിർത്തുകയോ ചെയ്യില്ല എന്നുകൂടി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് പുറത്തുനിന്ന് ഒരാളും തീരുമാനിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നതിനാണ് യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ല എന്ന് അരാഗ്ചി ആവർത്തിച്ചിരിക്കുന്നത്. ഇറാൻ എന്ത് ചെയ്യണമെന്ന ഇറാന്റെ പരമാധികാരത്തിൽ ഇടപെടാൻ യുദ്ധഭീഷണി പ്രയോഗിച്ചാലും അതിനെ ഭയക്കില്ല എന്ന വളരെ കടുത്ത നിലപാടാണ് ഇറാൻ കൈക്കൊണ്ടിരിക്കുന്നത്. അതിനായി ഒരു അർമാഡയല്ല അമേരിക്കയുടെ മുഴുവൻ കപ്പൽപ്പടയും വന്നാലും ഭയപ്പെടില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ നിലപാട് തന്നെയാണ് ഇറാൻ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും സ്വീകരിച്ചത്. യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ഇറാന്റെ ഊർജ ആവശ്യത്തിന് വേണ്ടിയാണ്. അത് നിർത്താനോ യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റാനോ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ ഇറാൻ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി നടന്ന ആദ്യവട്ട ചർച്ചയെ മുന്നോട്ടുള്ള ചുവടുവയ്പ് എന്നാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വിശേഷിപ്പിച്ചത് എങ്കിലും ഇരു രാഷ്ട്രങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ അയവ് വരുത്താൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാം വട്ട ചർച്ചയുടെ തീയതിയുടെ കാര്യത്തിൽ അമേരിക്ക നിലപാട് വ്യക്തമാക്കാത്തതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ബുധനാഴ്ചത്തെ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയുടെ ഫലം കൂടി വിലയിരുത്തിയാകും അമേരിക്ക തീയതി പ്രഖ്യാപിക്കുന്നത്. ഒന്നാം റൗണ്ട് ചർച്ചയുടെ വിശദാംശങ്ങൾ ഇറാൻ റഷ്യയുമായും ചൈനയുമായും പങ്കുവെക്കുമെന്നാണ് പറയപ്പെടുന്നത്. മുൻപ് ഇറാൻ അംഗീകരിച്ച് ഒപ്പുവെച്ച ആണവ പദ്ധതിയിൽ നിന്ന് പിന്നീട് ഇറാനും അമേരിക്കയും പിന്നാക്കം പോയിരുന്നു. ഇത് പുനഃസ്ഥാപിക്കണമെന്നും ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്നുമാണ് അമേരിക്കയുടെ ആവശ്യം. ഈ ഡീലിന് ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ അതിശക്തമായ ആക്രമണത്തിലൂടെ ഇറാനെ തകർക്കുമെന്നും അമേരിക്ക ഭീഷണി മുഴക്കുന്നുണ്ട്. ഇറാനെ ലക്ഷ്യമിട്ട് വമ്പൻ കപ്പൽപ്പട തന്നെ അയക്കുകയും ചെയ്തു. എന്നാൽ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ അത് പശ്ചിമേഷ്യയിലാകെ വ്യാപിക്കുന്ന പ്രാദേശിക യുദ്ധമായി മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരമൊരു സംഘർഷ സാധ്യത ഒഴിവാക്കുന്നതിനാണ് തുർക്കിയുടെയും ഒമാന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചതും കഴിഞ്ഞ ദിവസം ഒമാനിൽ ചർച്ച നടന്നതും. എന്നാൽ ചർച്ചയിൽ ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളെ US ഗൗരവമായി എടുത്തിട്ടുണ്ടോ എന്നതിൽ തനിക്ക് സംശയമുണ്ട് എന്നുകൂടി അബ്ബാസ് അരാഗ്ചി സൂചിപ്പിക്കുന്നു. ഇറാൻ അമേരിക്ക ചർച്ച പൊളിച്ച് ഇറാനെ ആക്രമിക്കാൻ കോപ്പുകൂട്ടുക, അമേരിക്കയെ അതിനായി നിർബന്ധിക്കുക, ഇതാണ് ഇസ്രായേലിന്റെ നിലപാടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനവും ഇതിനു വേണ്ടിയാണത്രേ. ഇറാനെ കുറിച്ചുള്ള ഇസ്രായേലിന്റെ വാക്കുകളും നിലപാടും സൂചിപ്പിക്കുന്നതും അവരുടെ ഇറാൻ വിരുദ്ധതയാണ് എന്നാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. ആണവായുധം തങ്ങളുടെ ലക്ഷ്യമല്ല എന്നും ആണവായുധം കയ്യിലില്ല എന്നുമുള്ള ഇറാന്റെ വാദം കളവാണ് എന്നും ഇറാൻ ലോക സമാധാനത്തിന് ഭീഷണിയാണ് എന്നുമാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദയോൻ സറിൻ പറഞ്ഞത്. ഇറാനുമായുള്ള ചർച്ചയിൽ ആണവ പദ്ധതി ഉപേക്ഷിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് പുറമെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കുക, വിഘടനവാദ ഗ്രൂപ്പുകൾക്കുള്ള സഹായം അവസാനിപ്പിക്കുക എന്നീ കാര്യങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇസ്രായേൽ നിലപാട്.
അടുത്ത ദിവസം നടക്കുന്ന നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിൽ നെതന്യാഹു ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഇക്കാര്യം അമേരിക്കയും അംഗീകരിക്കാനാണ് സാധ്യത. ഇറാനെ നിരായുധീകരിക്കുക എന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പരമപ്രധാനമായ ലക്ഷ്യം. ഇറാനെ ആക്രമിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈൽ ഇല്ലാതിരിക്കണം. കാരണം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിനെ ചെറുക്കാൻ പാടാണ് എന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അതേസമയം US പിന്തുണയില്ലെങ്കിലും സ്വന്തം നിലയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഇസ്രായേൽ ഊർജ്ജമന്ത്രി ഏലി കോഹൻ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇതിന് തയ്യാറാകില്ല എന്ന് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസത്തെ സംഘർഷത്തിനിടെ ഇറാന്റെ പ്രത്യാക്രമണ ചൂട് ഇസ്രായേൽ നന്നായി അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പിന്തുണയില്ലാതെ ഇസ്രായേൽ ഇറാനിൽ ഒരു ആക്രമണത്തിന് മുതിരുമോ എന്നത് സംശയമാണ്. അന്ന് ഇസ്രായേലും അമേരിക്കയും നടത്തിയ 12 ദിന യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് US-മായി ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായതും, അതും തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ. പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണം, യുറേനിയം ഇറാന് പുറത്തേക്ക് മാറ്റണം എന്നീ കാര്യങ്ങളിൽ അമേരിക്കയുടെ ആവശ്യം അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും കടുത്ത നിലപാടെടുത്തിരിക്കുന്നത്. ഊർജ്ജ ആവശ്യങ്ങൾക്കാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്നും ആണവ പരീക്ഷണങ്ങളിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര ഏജൻസികളുടെയും നിരീക്ഷണം അനുവദിക്കാമെന്നും ഇറാൻ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെങ്കിൽ തങ്ങൾക്ക് മേലുള്ള US സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതു മുതലാണ് പ്രതിസന്ധി രൂക്ഷമായി തുടങ്ങിയത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണവും നടത്തി. ഖത്തറിലെ US സേനാ കേന്ദ്രത്തിൽ മിസൈൽ ആക്രമണം നടത്തിയാണ് ഇറാൻ തിരിച്ചടിച്ചത്. അന്ന് തന്നെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഇറാൻ നടത്തിയിരുന്നു. ഇതിനുശേഷം ഇറാന് ശക്തമായ തിരിച്ചടി നൽകാൻ കാത്തിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.